ഇനി പരിശോധിക്കുന്നത് ആലപ്പുഴ ചേർത്തലയിലെ ഒരു വീട്ടമ്മയുടെ ദുരൂഹമരണ കേസാണ്. വീട്ടമ്മ സജിയുടെ മരണകാരണം തലക്കേറ്റ ക്ഷതമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക കണ്ടെത്തൽ. തലയോട്ടിയിൽ പൊട്ടൽ കണ്ടെത്തി. വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ നിയമ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. ഇന്നലെയാണ് മരിച്ച സജിയുടെ മൃതദേഹം കല്ലറയിൽ നിന്നും പുറത്തെടുത്തത്. അമ്മയെ അച്ഛൻ കൊലപ്പെടുത്തിയതാണെന്ന മകളുടെ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ശരണ്യ, ഈ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക കണ്ടെത്തൽ തലക്കേറ്റ ക്ഷതമെന്നാണ്. അങ്ങനെയെങ്കിൽ അത് കൊലപാതകം, മകളുടെ മൊഴി പ്രകാരം, മകളുടെ വെളിപ്പെടുത്തൽ പ്രകാരം ഇത് കൊലപാതകമാണ് എന്ന് തന്നെ കണക്കാക്കേണ്ടതല്ലേ, മനസ്സിലാക്കേണ്ടതല്ലേ? ടോമ, അങ്ങനെ പറയാനാവില്ല. കാരണം ഈ കേസിനകത്ത് ആദ്യഘട്ടം തന്നെ സജി ചികിത്സയിൽ ഇരുന്നത് സ്റ്റെയർ കേസിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്ന് പറഞ്ഞ, ഒന്നാം നിലയിൽ നിന്നും താഴേക്ക് വീണ് പരിക്കേറ്റു എന്ന് പറഞ്ഞാണ് ചികിത്സ തേടിയിരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഈ തലയോട്ടിക്കുള്ള പൊട്ടലും ഒപ്പം ഈ പരിക്കുകളും എല്ലാം ഉണ്ടായിരുന്നു. അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ രേഖകളിൽ ഈ ഫൈൻഡിങ്സ് എല്ലാം തന്നെ ഉള്ളതാണ്. അതായത് ഈ തലയ്ക്ക് ക്ഷതമേറ്റിരുന്നു എന്നും ഒപ്പം തന്നെ ഈ പറഞ്ഞ തലയോട്ടിക്ക് പൊട്ടലുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അതിനകത്ത് വകുപ്പുകൾ അടക്കം ചുമത്തുന്നതിനെ സംബന്ധിച്ച് പോലീസ് തീരുമാനമെടുക്കുകയുള്ളൂ. വൈകിട്ടോടുകൂടി ഈ കേസിൽ ഈ സജിയുടെ ഭർത്താവ് സോണി പ്രതി ചേർക്കപ്പെടുമോ എന്നുള്ള കാര്യം പറയാനാവും. പക്ഷേ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക മൊഴി എന്ന് പറയുന്നത് ഈ സജിയുടെ മകൾ മിഷ്മ നൽകിയ മൊഴിയാണ്. ആ കുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്, 19-കാരിയാണ്. അവർ വ്യക്തമാക്കിയിരിക്കുന്നത് വീടിനകത്ത് അമ്മ ഉപദ്രവിക്കപ്പെടുന്നത് താൻ കണ്ടിരുന്നു. ഒപ്പം തന്നെ അച്ഛൻ മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് തന്നെ അമ്മയെ വലിച്ചെറിയുകയായിരുന്നു എന്നുള്ളതാണ്. ഈ സംഭവത്തിന് ശേഷം തന്നെയും ആക്രമിക്കാനായി കത്തിയുമായി ഓടിച്ചു. മറ്റൊരു ബന്ധുവീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് 1.5 മണിക്കൂറിന് ശേഷമാണ് എത്തി അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ഈ 1 മാസ കാലയളവിലും ഈ കാര്യങ്ങൾ പുറത്തേക്ക് വന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ പോലീസ് എല്ലാ രീതിയിലുള്ള പഴുതുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു കാര്യത്തിനകത്ത് ഈ ഒരു കേസിന്റെ തുടർ നടപടികളിലേക്ക് നീങ്ങൂ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ ഇപ്പോൾ ഈ കാര്യങ്ങൾ നേരത്തെ ചികിത്സാ രേഖകൾ സജിയുടെ മരണകാരണമെന്ന് കണ്ടെത്തിയിരുന്ന തലക്കേറ്റ ക്ഷതവും ഒക്കെ അത്തരം ഇന്റേണൽ ബ്ലീഡിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് തുടക്കഘട്ടത്തിൽ സജിയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന ചികിത്സാ രേഖകൾ ഈ കേസിൽ ഏറ്റവും നിർണായകമായിരിക്കും. കാരണം 1 മാസം തുടർ ചികിത്സയ്ക്ക് ശേഷമാണ് ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾക്ക് വിധേയതിനു ശേഷമാണ് പിന്നീട് സജി മരണത്തിലേക്ക് പോകുന്നത്. ആ 1 മാസക്കാലത്തോളം വന്ന തുടർച്ചയായ ചികിത്സകളിൽ ഈ പരിക്കുകൾക്കൊക്കെ തന്നെ വലിയ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ടാകുന്നു. 3 ദിവസം അടക്കം ചെയ്ത് 3-ാമത്തെ ദിവസം എടുത്ത ബോഡിയുമാണ്, അത് ഡീകമ്പോസ്ഡുമാണ്. അപ്പൊ ആ രീതിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഈ കേസിൽ ഉദ്യോഗസ്ഥർ ഫേസ് ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളെ അതിലൊക്കെ ഒരു കൃത്യമായ ഉത്തരത്തിലേക്ക് എത്തിയതിനു ശേഷമാകും ഈ തുടർ നടപടികളിലേക്ക് നീങ്ങൂ എന്നുള്ളതാണ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ, അതായത് മിഷ്മയുടെ മൊഴി പ്രകാരം ഉണ്ടായിട്ടുള്ള സംഭവമാണെങ്കിൽ, അത്തരത്തിൽ ഒരു സംഭവം അവിടെ നടന്നെങ്കിൽ അതിക്രൂരമായ കൊലപാതകം എന്ന് തന്നെ പറയാം. കാരണം മുടിക്ക് ചുറ്റിപ്പിടിച്ച് പല തവണ തല ഭിത്തിയിൽ ഇടിപ്പിച്ചു. അബോധാവസ്ഥയിൽ എത്തിയ ശേഷം മുകളിൽ നിന്നും അമ്മ സജിയെ അച്ഛൻ സോണി താഴേക്ക് എറിഞ്ഞു കൊന്നു എന്നുള്ളതാണ് ആ കുട്ടി നൽകിയിട്ടുള്ള മൊഴി. മദ്യപിക്കാറുണ്ടായിരുന്നു, പലപ്പോഴും മദ്യലഹരിയിൽ അമ്മയെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ കുട്ടി ഈ സംസ്കാരത്തിന് ശേഷം അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷമാണ് ആ ഒരു ധൈര്യം ആർജിച്ച് പോലീസിന് പരാതി കൊടുക്കാനും ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് എത്താനും ഉള്ള ഒരു ധൈര്യം ആ കുട്ടിക്ക് ഉണ്ടായത്. അങ്ങനെയാണ് ഒരു പരാതിയിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ കേസിൽ അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കുന്നത്, ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് സജിക്കുണ്ടായിരുന്ന പരിക്കുകളുടെ സ്വഭാവം തന്നെയാണ്. ഈ ആദ്യഘട്ടത്തിൽ 1 മാസത്തോളം, അതായത് ജനുവരി 8-നാണ് സജിക്ക് പരിക്കേൽക്കുന്നത്. ഈ രീതിയിൽ ആശുപത്രിയിൽ സജി ആദ്യം ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ അബോധാവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. കോമ സ്റ്റേജിലാണ് പിന്നീട് 1 മാസം സജി തുടർന്നത്. അപ്പൊ ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ മറ്റ് പോലീസ് നടപടിക്രമങ്ങളോ പോസ്റ്റ്മോർട്ടം അടക്കമോ ഈ കേസിൽ നടന്നിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് ചികിത്സയിലിരിക്കെ അപകടം സംഭവിച്ചു, ചികിത്സയിലിരിക്കെ സജി മരിച്ചു എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ധാരണ. പക്ഷേ
കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയത്തിനകത്ത് ബന്ധുക്കളടക്കം സഹോദരങ്ങളടക്കം പലതവണ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി പോലീസിൽ മകൾ പരാതി നൽകിയത്. ആ പരാതിയിൽ ഈ അമ്മ ദൃക്സാക്ഷി എന്ന് പറയുന്ന മകളുടെ മൊഴി തീർച്ചയായും ശരണി സൂചിപ്പിച്ചതുപോലെ പോലീസിനെ സംബന്ധിച്ച് അന്വേഷണത്തിൽ പല വെല്ലുവിളികളുമുണ്ട്. ഈ ആക്രമണം ഉണ്ടാകുന്നത് ഭാര്യയെ ഈ രീതിയിൽ ക്രൂരമായി സോണി മർദ്ദിക്കുന്നത് ഒരു മാസം മുൻപാണ്. പിന്നീട് ചികിത്സ തേടി മൃതദേഹം സംസ്കരിച്ച് ശേഷമാണ് ഈ പെൺകുട്ടി മകൾ ഈ രീതിയിലുള്ളൊരു വെളിപ്പെടുത്തലുമായി മീഷ്മ രംഗത്ത് വരുന്നതും. പോലീസിന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ അത് നിർണായകമാണ്. പക്ഷെ ശരണി സൂചിപ്പിച്ചതുപോലെ ഈ മൃതദേഹം ജീർണിച്ച അവസ്ഥയിലായിരുന്നു. ഒരു കൃത്യമായ ഫൈൻഡിങ്സ് ലഭ്യമാകുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതോടൊപ്പം പക്ഷേ ഈ പെൺകുട്ടിയുടെ ഈ മകളുടെ മൊഴി ഈ കേസിൽ എത്രത്തോളം നിർണായകമാണ് ശരണ്യ? വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം അച്ഛനെതിരെ മൊഴി നൽകിയിരിക്കുന്നത് മകളാണ്. മാത്രമല്ല ഈ കേസ് ദൃക്സാക്ഷിയാണെന്നാണ് ഈ കുട്ടി പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. തന്നെയും കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നു. കത്തിയുമായി അമ്മയെ ഈ രീതിയിൽ ഉപദ്രവിച്ച ശേഷം കത്തിയുമായി തന്നെയും ഓടിച്ച് വീടിന് ചുറ്റുമിട്ട് ഓടിച്ചിരുന്നു എന്നുള്ളതും ഒക്കെ ആ കുട്ടി പോലീസിന് നൽകിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ അമ്മ അത്തരത്തിൽ ആശുപത്രിയിൽ കിടന്ന സമയത്തും ഈ ഒരു ഭയത്തിന്റെ പുറത്താണ് കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ കഴിയാതിരുന്നത് എന്നുള്ളതാണ് അവർ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അമ്മയുടെ വീട്ടിലേക്ക് പോയതിനു ശേഷം ഒരു ബന്ധുക്കളുടെയൊക്കെ ഒരു പിന്തുണ കിട്ടിയതോടെയാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയാനും അച്ഛനെതിരെ അതിശക്തമായ ഒരു മൊഴി നൽകാനും ഈ കുട്ടിക്ക് അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ വളരെ വ്യക്തമായി തന്നെ ഉണ്ടായ സംഭവങ്ങൾ മിഷ്മ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നലെ മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന ഘട്ടത്തിൽ പോലും അവിടെ നിന്ന് കാര്യങ്ങൾ വ്യക്തമായി അന്വേഷണ സംഘത്തിന് മുന്നിൽ ആ പെൺകുട്ടി കാര്യങ്ങൾ വിവരിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ നിർണായകമായ ഒരു മൊഴി ഉണ്ട് എങ്കിൽ പോലും പറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ നിയമപരമായ എല്ലാ പഴുതുകളും അടച്ചതിനു ശേഷം മാത്രമേ പോലീസിന് ഈ കേസിനകത്ത് മറ്റ് തുടർ നടപടികളിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഫോറൻസിക് വിഭാഗം ഡോക്ടറുമായി ഫോറൻസിക് സർജനുമായി ഇപ്പോൾ ചേർത്തലയിലെ സിഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അവരുമായി സംസാരിക്കും. അകത്ത് ഉള്ള വിലയിരുത്തലുകൾക്കും ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകളുമായുള്ള ചർച്ചയ്ക്കും ശേഷമായിരിക്കും വൈകിട്ടോടുകൂടി ഇതിനകത്ത് തുടർ നടപടി എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അവിടെ വളരെ ബലവത്തായ മൊഴികളുണ്ട്, നാട്ടുകാരുടെ മൊഴികളുണ്ട്. തുടർച്ചയായി ഇയാൾ മദ്യപിക്കാറുണ്ടെന്ന് വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ സജി എന്ന വീട്ടമ്മയുടെ ദുരൂഹമരണ കേസിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുണ്ട്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമായിരിക്കും പോലീസ് നിയമ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ.